ബ്രഹ്മാനന്ദം പരമസുഖം കേവലം ജ്ഞാനമൂർത്തിം നന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. തമസ്, രജസ്, സത്വം, ത്രിഗുണരഹിതമായ നിർഗുണ ബ്രഹ്മം. ആ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് ആണ് യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത്. അതിനെ സഗുണോപാസനയിലൂടെ കൃഷ്ണനെന്നോ വിഷ്ണുവെന്നോ ശിവനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാമെന്നർത്ഥം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതായ ഒറ്റ ശബ്ദത്തിൽ നിന്ന്, സ്ഫോടത്തിൽ നിന്ന് ഓങ്കാരമായ പൊരുൾ, ആ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താതന്നെ സാക്ഷി ചെയ്ത് മോഹം വരുത്തുവതിനാളായി നിന്ന പരമാങ്കാരന്റെ ഉപഹരി നാരായണായ നമ. അങ്ങനെ മൂന്നായിട്ട് പിരിഞ്ഞ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് തിരിഞ്ഞുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ പ്രതീകങ്ങളായിക്കൊണ്ട് തന്നെയാണ് സഗുണ ഉപാസന വരുന്നത്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണ അഗ്രതോ ശിവരൂപായ വിശ്വരാജായത്തെ നമ എന്ന് ആലിന് 7 പ്രദക്ഷിണം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഓരോ ജീവാംശത്തിലും സത്വ, രജ, തമോ ഗുണങ്ങളുണ്ട്. തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് നിർഗുണ ബ്രഹ്മത്തിലേക്കും എത്തണം. അപ്പം നമ്മൾ ഈശ്വരനായി, നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ, നമ്മൾ തന്നെയാണ് ഈശ്വരൻ. പക്ഷേ അവിടെ അല്പം താഴേക്ക് ഇറങ്ങി വരിക, ഭക്തനായിട്ട് തന്നെ നിന്നാൽ മതി എന്നർത്ഥം. അപ്പോൾ ഭക്തരക്ഷണദാക്ഷിണ കടാക്ഷായി നമോ നമ എന്ന് ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഒന്നു തന്നെയാണ്. ഹരിഹരതി പാപാനി, ഗുരുനാഥനായ ഭാഗവത പ്രതിമൻ ചന്ദ്രൻ ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. അപ്പോൾ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും ഭാഗവതത്തെ ഉപാസിക്കാവുന്നതാണ്, അർഹതയുണ്ടെങ്കിൽ. അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ബാലനെന്നോ ഒരു ഭേദവും ഇല്ല. എഴുത്തിനിരുത്തി കഴിഞ്ഞാൽ ഭാഗവതം ഉപാസിക്കാം. വെൺമണി കുടുംബങ്ങളടക്കം അറിയാം. 5ാം ക്ലാസ് മുതൽ ആചാര്യന്മാരായവരാണ് അവർ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആചാര്യന്മാരായവരാണ് വെൺമണിക്കാരെല്ലാം. അപ്പോൾ ഓരോന്നും ഉപാസിക്കുമ്പോൾ പ്രത്യേകം തെറ്റാതെ സൂക്ഷിക്കുക. മനഃപൂർവ്വം ആരും തെറ്റിക്കില്ല എന്നർത്ഥം. അത് നിരന്തരമായ ഉപാസനയുടെ, നിരന്തരമായ നാമജപത്തിലൂടെ, നിരന്തരമായ ശ്ലോകങ്ങളുടെ ഉപാസനയോടെ മാത്രമേ എത്തുള്ളൂ. ആരും മനഃപൂർവ്വം തെറ്റിക്കില്ല, പക്ഷെ കഴിയുന്നതും തെറ്റാതിരിക്കുക എന്നർത്ഥം. എന്തിനാ തെറ്റെല്ലാം പോണത്? അപ്പം നല്ലതിനെ മാത്രം, ലോകത്തിൽ നിന്ന് നല്ലതിനെ മാത്രം സ്വീകരിക്കാനായിക്കൊണ്ട് തന്നെയാണ് പുരാണങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. പുരാ ഇവ നവം. ഭാഗവതം നാമപുരാണം എന്നുള്ളത് പലരും സജ്ജനങ്ങൾ ഭാഗവതം നാമപുരാണം എന്നുള്ളത് നാമപുരാണം എന്ന് വായിക്കണം. ഭാഗവതം നാമപുരാണം എന്നേ ഉള്ളൂ ശരിക്കും പാഠം. പക്ഷേ നാമപുരാണം എന്ന് ഒരുമിച്ച് വായിക്കാറുണ്ട്. നാമം ജപം മാത്രം മതി കലികാലം ഒത്തുചേരാൻ നാമതോത്തു ജപിക്കുക കലികാലത്തിൽ. സ്വയംഭൂ മഹാദേവനായിക്കൊണ്ട് കിഴക്കോട്ട് ദർശനം കണ്ടിരിക്കാനുള്ള തലപ്പുഞ്ച മഹാദേവൻ. ആ മഹാദേവൻ പാർവതി സമേതനായി പരിവാരങ്ങളോടുകൂടി ഇരിക്കുന്നതായ മഹാദേവൻ. അതുപോലെ തന്നെ കിരാത സങ്കല്പത്തിലുള്ള പാശുപതി നൽകിയ പാശുപതിയല്ലേ നീ എന്ന് പാടാറുണ്ട് മഹാദേവനെ പറ്റി. അപ്പോൾ പാശുപതാസ്ത്രം അവിടെ അഹങ്കാരത്തിൻ്റെ പ്രത്യേകമായ ഒന്നിനെ. അപ്പോൾ ജോലിയിലായാലും എന്തിലായാലും, സൗന്ദര്യത്തിലായാലും എന്തിലായാലും, ധനത്തിലായാലും എന്തിലായാലും, കുട്ടികളുടെ കാര്യത്തിലായാലും എന്തിലായാലും, പുതിയ വീട് വെച്ചിൻ്റെ കാര്യത്തിൽ എന്തായാലും, പുതിയ വാഹനങ്ങൾ എന്തെങ്കിലും അല്പം അഹങ്കാരമുണ്ടെങ്കിൽ ആ അഹങ്കാരം മുഴുവൻ നശിപ്പിക്കും ഭഗവാൻ. അതിൻ്റെ പ്രത്യേകമാണ് പ്രാർത്ഥനയെ അവിടെ തലയ്ക്ക് അടിച്ച് ആയുധം നൽകി എന്നർത്ഥം. അവിടെ അദ്ദേഹം മണ്ണുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി മഹാദേവനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. തോറ്റുപോയി. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ നോക്കുമ്പോൾ വേടൻ്റെ തലയിൽ പൂക്കൾ കണ്ടു. അപ്പോൾ പാർവതീദേവി, മൂഢ, ഇത് സർവലോകേശ്വരനായ തലപ്പുഞ്ച മഹാദേവൻ തന്നെയാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അവ ധ്യായേത അജസ്രം ഹരി, എപ്പോഴും ഭഗവാനെ മാത്രം ധ്യാനിക്കുക എന്നർത്ഥം. അപ്പം നിരന്തരമായ ധ്യാനത്തിലൂടെ എന്തായിത്തീരുന്നു? ഭഗവാൻ തന്നെയായിത്തീരുന്നു. അവിടെ ശരീരബോധമില്ല. നമ്മളൊക്കെ പൂജ കഴിക്കുമ്പോൾ അറിയാം, അഗ്നിപ്രാകാരം ചെയ്തുകൊണ്ട് ശ്ലീംഭശുമ്പൾ അല്ലെങ്കിൽ സഹസ്രാരംഭൾ മുതലായവയെ കൊണ്ട് ശരീരം അഗ്നിയായി ജ്വലിപ്പിച്ച് അവിടെ ശരീരബോധം മാറി പിന്നെ എന്തായിത്തീർന്നു? അവിടെ ഭഗവാൻ തന്നെയായിത്തീർന്നു എന്നർത്ഥം. അവിടെ ശരീരം പോലും ഭഗവതംശമായിത്തീർന്നു. അപ്പോൾ ലോകത്തിലുള്ളതായ സകലവിധ ചൈതന്യങ്ങളും സകല ശക്തിയും നമ്മിലേക്ക് പ്രവഹിക്കുമ്പോൾ നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ. ആ ശക്തിയെ 16 അംശം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ശശിപ്പാട് പുലിയൂരൊക്കെ നമ്മുടെ ഗുരുനാഥനാണ്. അദ്ദേഹമൊക്കെ സ്വീകരിച്ചുകൊണ്ട് പിന്നെ
ആ ലോകത്തിലേക്ക് ആ ശക്തി മുഴുവൻ പുറപ്പെടുവിക്കുമ്പോൾ എല്ലാം ഒന്നായി തീർന്നു. ഈ ഒന്നായ നിന്നേഹ് രണ്ടെന്ന് കണ്ടലുകൾ ഉണ്ടായാലും ഇണ്ടൽ ബലം ഉണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാണമേ വരദ നാരായണായ നമ. ഒന്നായ നിന്നേഹ രണ്ടെന്നു ഈ ഇണ്ടൽ ഈ രണ്ടക്ഷരം മാറിയേ തീർന്നു. അപ്പം ജന്മം തന്ന അമ്മ വയറ്റിൽ കിടന്ന് എത്ര ചവിട്ടിയാലും അമ്മയ്ക്ക് വിരോധമില്ല. പുറത്തേക്ക് വന്ന് ഒരു നോട്ടം കൊണ്ട് പോലും സ്നേഹിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടം വരും. അധ്വാനിച്ചുകൊണ്ട് മക്കളെ പോറ്റാനായിക്കൊണ്ട് അച്ഛൻ നടക്കുമ്പോൾ, പിതാവ് നടക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എത്ര അച്ഛനെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാനില്ല. സരസ്വതി വിദ്യാനികേതനത്തെ സ്കൂളുകളിൽ നമുക്കറിയാം, ഓരോ പിറന്നാളിനും ആ കുട്ടിയെ ഇരുത്തിക്കൊണ്ട് അച്ഛനമ്മമാരെ നമസ്കരിച്ചുകൊണ്ട് അവിടെ കർപ്പൂരം ആ കുട്ടിയെ ഒഴിഞ്ഞ് പിറന്നാൾ ആശംസകൾ അർപ്പിക്കുമ്പോൾ അതാണ് തത്വം, അതാണ് ശരിയും. എത്ര ദിവസത്തെ പിറന്നാളുണ്ടോ അതിൻ്റെ മുകളിൽ ഒരു കേക്കിൻ്റെ മുകളിൽ തിരികൾ കത്തിച്ച് വെച്ച് അത് ദീപത്തിനെ ഊതിക്കെടുത്തി എന്ത് സങ്കടം. അവിടെ കെടുത്തുകയാണ് ചെയ്യേണ്ടത്, നമ്മൾ കൊളുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പിറന്നാൾ കഴിയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച എൻ്റെ പിറന്നാളായിരുന്നു, തീരാറായി എന്നർത്ഥം. നമ്മുടെ ആയുസ് തീരാറായി, ഓരോ നിമിഷവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ജീവിതാശ ബലീയസി. ഏത് സന്യാസിയാണെങ്കിലും ഏത് തത്വത്തിലെത്തിയവനാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ജീവൻ നിലനിർത്താനുള്ള ആശ അത് തീരില്ല. അപ്പോൾ അമിതമായ മറ്റാശകൾ മുഴുവൻ നശിപ്പിക്കുക എന്നർത്ഥം. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സഞ്ചിന്യകാന്താശാം സുക്ഷ്വാപ പിങ്കട. തെറ്റായ രീതിയിൽ ജീവിച്ചതായ അതിൻ്റെ പ്രതീകം എന്താ? അമിതമായ ആഗ്രഹങ്ങളുടെ പ്രതീകമായ പിങ്കള അവിടെ എന്തോ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയെന്ന്. കാരണം ആഗ്രഹങ്ങൾ അവിടെ അടങ്ങി. ആഗ്രഹങ്ങൾ വേണ്ട എന്നല്ല പറയണത്, അതിനൊരു പരിധി വയ്ക്കുക എന്നർത്ഥം. അങ്ങനെ ആ പരിധി വയ്ക്കുക. ഭോമണ്ഡത്തിന് വട കിഴ പഴുതേ എന്നുള്ളതായ ന്യൂസ് ഇംഗ്ലീഷുകാർ നമ്മളിൽ നിന്ന് ഹോമോണ്ടത്തിന് പരിധി വയ്ക്കുന്നതാണ് ന്യൂസ് എന്ന വാക്കെടുത്തുന്നത്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ആ എല്ലാ പരിധികളും നിലനിർത്തുക എന്നർത്ഥം. അഹങ്കാരത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രതീകമായ മാനിനെ പഞ്ചാസ്യം മഴുമാൻ എന്ന് പറഞ്ഞ് തലപ്പുഞ്ച മഹാദേവൻ പിടിക്കുമ്പോൾ സീതാദേവിക്ക് പോലും പറ്റി. ലക്ഷ്മണരേഖ ഒരു മാനിനെ കണ്ടപ്പോൾ, ആഗ്രഹത്തിൻ്റെ പ്രതീകമായ മാനിനെ കണ്ടപ്പോൾ അതിൻ്റെ പുറമേ പോവേണ്ടി വന്നു എന്നർത്ഥം. അപ്പോൾ ആഗ്രഹങ്ങളാണ്, അതിനൊരു വേണ്ട എന്നല്ല പറയണ, അതിനൊരു പരിധി വയ്ക്കുക എന്നർത്ഥം. ഈശ്വര അവതാരമായ സീതാദേവിക്ക് പോലും ലക്ഷ്മണനെ ചീത്ത പറയേണ്ടി വന്നു. അപ്പോൾ നല്ല വാക്കു ചൊല്ലണം. പ്രശാന്ത് വർമാജി പാടിത്തരാറുള്ള പോലെ നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്ത് വാഴണം, നാമഘോഷം എന്നും എൻ്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാക്കണം, നിത്യനാജൽ പ്രകാശ രൂപനെ വണങ്ങണം, പൊൻചിലമ്പ് കൊഞ്ചിരുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചെടുത്ത ഞാൻ. ലോകം മുഴുവൻ പ്രചരിച്ച കുഞ്ഞുണ്ണിമാഷിന് വലിയ വലിപ്പമൊന്നും ഉണ്ടായില്ല എന്നർത്ഥം. ഒരു ചെറിയ മനുഷ്യൻ്റെ വരികൾ ലോകത്ത് മുഴുവൻ എത്തിയെങ്കിൽ ഒരു വെറുതെ ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് അദ്ദേഹം നടന്നിരുന്നു അർത്ഥം. അപ്പോൾ വലിപ്പമല്ല പ്രധാനം, സംശയമൊന്നുമില്ല. അവൻ്റെ ലോകത്തിൽ നന്മ ചെയ്യാനുള്ള മനസ്സും ഈശ്വരനെ സ്നേഹിക്കാനുള്ള ബുദ്ധിയുമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാഗവത കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് ഇട്ടുണ്ട്. ആ .com എടുത്തു കഴിഞ്ഞാൽ ഭാഗവത ഉപാസന നമുക്ക് നേരിട്ട് സന്ദർശിക്കാവുന്നതാണ്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.